യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥയെ പരിഹസിക്കാൻ ഞാൻ തയ്യാറല്ല. അവർക്കൊരു ആശയപരമായ നിലപാടില്ല എന്നും ഒരു അരാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെയുള്ള നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്കിടയിൽ തന്നെയാണ് ജനസ്വാധീനം ഉണ്ടാക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സർക്കാർ എന്ന രൂപത്തിൽ മറ്റ് ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ ജനപ്രീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ പണക്കാരിൽ നിന്ന് പണമെടുത്ത് പാവങ്ങൾക്ക് നൽകുക എന്നാണ് കേജ്രിവാളിന്റെ ഒരു നയം. അതായിരുന്നു കേജ്രിവാളിന്റെ വീടാണ് അവിടെ വലുതായത്. 2015 അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്ന ആ കാലത്തെ ചേരികൾ ഇപ്പോഴും. ശരി, അതല്ല ഞാൻ പറയുന്നത്. കേജ്രിവാളിന്റെ എല്ലാ നയങ്ങളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കേജ്രിവാൾ സമ്പന്നനായി എന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവന്നിരുന്നത് അത് BJP ആയിരുന്നു. കേജ്രിവാളിന്റെ വീട് എന്ന നിലയ്ക്ക് ആ വീട് യഥാർത്ഥ വീടാണോ സുനിൽ കണ്ടുണ്ടോ എനിക്കറിയില്ല. ആണ് ആ വീട് ഈ പറഞ്ഞ BJP കാണിച്ച വീട് കറക്റ്റ് ആയിരുന്നു. ശരി, അങ്ങനെയെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ പാർട്ടി എന്ന നിലയ്ക്ക് ആം ആദ്മി പാർട്ടി അങ്ങനെ ഇപ്പോൾ തള്ളാൻ ഞാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായിക്കൊണ്ട് ഇപ്പോൾ BJP നടത്തുന്ന ഓപ്പറേഷൻ അതിനെയാണ് വിമർശിക്കേണ്ട സമയമെന്നാണ് ഞാൻ കരുതുന്നത്.